വിവാഹ സൽക്കാര ചടങ്ങുകളിൽ നിന്ന് പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ ഒഴിവാക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരം ഗ്ലാസ് വെള്ളക്കുപ്പികൾ ഉപയോഗിക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. പുനരുപയോഗമില്ലാത്ത പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിന് കർശന നടപടി വേണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് നിർദ്ദേശം ഉയർന്നത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഇക്കാര്യത്തിൽ കോടതിയുടെ നിർദ്ദേശം എന്തെല്ലാമാണ്? നീലിമ, മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. വിവാഹ സൽക്കാര ചടങ്ങുകളിൽ നിന്നും പ്ലാസ്റ്റിക്കിന്റെ വെള്ളക്കുപ്പികൾ ഒഴിവാക്കണമെന്നുള്ള വാക്കാൽ നിർദ്ദേശമാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. പകരം ഗ്ലാസ് വെള്ളക്കുപ്പികൾ ഉപയോഗിക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ച മറ്റൊരു നിർദ്ദേശം. ഈ പുനരുപയോഗമില്ലാത്ത പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിന് കർശന നടപടി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ സ്വീകരിക്കണം. പ്ലാസ്റ്റിക് വെള്ളക്കുപ്പി നിരോധനം എങ്ങനെ പ്രായോഗികമായി നടപ്പാക്കാനാകും എന്ന കാര്യത്തിലും വ്യക്തത വരുത്തണമെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ പ്ലാസ്റ്റിക് നിരോധനം അത് പരിഗണനയിലാണ് എന്നുള്ള കാര്യമാണ് സർക്കാർ അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. 100 പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ലൈസൻസ് ഏർപ്പെടുത്തും. അതുമാത്രമല്ല, ഈ ലൈസൻസ് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് നിലവിൽ അധികാരം നൽകിയിരിക്കുന്നതെന്നും സർക്കാർ ഡിവിഷൻ ബെഞ്ച് മുൻപാകെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ ചടങ്ങുകളിലടക്കം 1/2 ലിറ്റർ വെള്ളക്കുപ്പികൾ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയതായിട്ടും ഹൈക്കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയാണ് ഇത്തരത്തിലൊരു വിശദീകരണം കോടതിയിൽ മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ ട്രാക്കുകളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൽ കർശനമായിട്ടുള്ള നടപടി റെയിൽവേ സ്വീകരിക്കണമെന്നുള്ള കാര്യം ഡിവിഷൻ ബെഞ്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രാക്കുകളിൽ മാലിന്യം തള്ളാൻ ഒരു കാരണവശാലും റെയിൽവേ അനുവദിക്കരുത്. നിലവിലെ മാലിന്യങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്നുമാണ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും സൽക്കാര ചടങ്ങുകളിൽ നിന്നും പൂർണ്ണമായിട്ടും പുനരുപയോഗമില്ലാത്ത പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കം ഒഴിവാക്കുന്ന കാര്യത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ടാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നീലിമ. ശരി രേഷ്മ.